സൂപ്പർ തിരിച്ചുവരവാണ്. ഇനിയും ഇത് സത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കൊന്ത സത്യത. നല്ല പടം, നല്ല പടം, നല്ല പടം, സൂപ്പർ. 2.5 മണിക്കൂർ പിടിച്ചിരുത്തി. സൂപ്പർ തിരിച്ചുവരവാണ്. ഇനിയും പടങ്ങൾ പ്രതീക്ഷിക്കും. 2.5 മണിക്കൂർ പിടിച്ചോണ്ടിരുത്തും. കിഡിലൻ ഫുൾ ടൈം കോമഡി ആക്ഷൻ ഫുള്ള് ഇരുന്നോടെ പോകരുത് ആസ്വദിച്ചിട്ട്. പടം നല്ലതായിരുന്നു. കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പിന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ്. പിന്നെ റഹ്മാൻ ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ചേട്ടനും എല്ലാവരും അഭിനയത്തിന് അടിപൊളിയായിരുന്നു. പടം വിജയിക്കും. സൂപ്പർ പടമാണ്. ഫണ്ണാണ്, പിന്നെ അത്യാവശ്യം നല്ല സ്റ്റണ്ടുണ്ട്. റഹ്മാൻ തന്നെ തീർച്ചയായിട്ടും അതിലും അടിപൊളിയാണ്, ഫുൾ കോമഡി, ഫുൾ പവർ പടം, അടിപൊളി സിനിമ. പടം തൂക്കി, ഒരു രക്ഷയില്ല. എല്ലാ പടം തൂക്കി, പ്രേക്ഷകരെല്ലാം ഇടിച്ച് കുത്തിച്ച്, ഒരു രക്ഷയില്ല. അടിപൊളി സിനിമ. ബാബു ആന്റണിയും അതുപോലെ തന്നെ റഹ്മാൻ സാറും അതുപോലെ തന്നെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും സാധനം ഒരു രക്ഷയില്ല. പവർഫുൾ ആണ്. ഇത് സത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കൊന്ത സത്യമാണ് ഞാൻ പറയുകയാണ്. അടിപൊളി ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായി ഇത് മാറിയിരിക്കും. സൂപ്പർ ഹിറ്റ്. ആട് സിനിമ പോലെ ഇത് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമെന്ന് യാതൊരു സംശയം വിചാരിക്കേണ്ട. ഉറപ്പ് ഞാൻ പറയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് മാസ് എൻട്രിയുണ്ട്, അതേപോലെ മാസ് എൻട്രിയുണ്ട്. ബഹുമാനിക്കേറെ തിരിച്ചു വരവാണ് അലൻ ജോസ് പെരേര. ഓണം ബമ്പർ ഈ ഒരു ചിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ഒരുപാട് ചിത്രങ്ങൾ എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. പക്ഷേ ഇത് ഫുൾ കോമഡിയാണ്. അതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത. ഫാമിലിയായിട്ട് എല്ലാവർക്കും ആ ഒരു 2-2.5 മണിക്കൂർ തീർച്ചയായിട്ടും വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ഒമർ ചിത്രം. നമ്മുടെ റഹ്മാനിക്ക ആ പഴയ ട്രാക്കിലേക്ക് വീണ്ടും എത്തി. അതേപോലെ തന്നെ ബിബിൻ ജോർജ് ആയാലും ആൻസൺ പോൾ ആയാലും സെന്തിൽ കൃഷ്ണ ആയാലും അങ്ങനെ ധ്യാൻ ശ്രീനിവാസിൻ്റെയൊക്കെ മികച്ച കഥാപാത്രമാണ്. എല്ലാവരും ഒരു ചെറിയ 2020 ആണെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെയാണ് ഈ ഒരു